ഇപ്പോൾ എല്ലാ ഇവിടുത്തെ ഉത്സവ സീസണായി. ഫെബ്രുവരി മാർച്ച് ഏപ്രിലൊക്കെ ഉത്സവ സീസണാണ്. അപ്പോൾ ഇവിടെ കുമ്മാട്ടി ഉത്സവമാണ്. നമ്മുടെ പുതുശ്ശേരിക്കാവിൽ ദേശദേവതയായ പുതുശ്ശേരിക്കാവിലെ അമ്മയുടെ കുമ്മാട്ടി ഉത്സവമാണ്. ഇവിടെ പുതുശ്ശേരി വെടി എന്ന് പറയുന്നതാണ് മെയിനായിട്ടുള്ള ഉത്സവം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുമ്മാട്ടികൾ നമ്മുടെ വീടുകളിലെല്ലാം വന്ന് എഴുന്നള്ളും. അതായത് ദേശത്ത് ഉത്സവം വരുന്നു എന്നുള്ളതിൻ്റെ അറിയിപ്പായിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെയും വീടുകളിൽ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് ഒരുക്കി കൊടുക്കേണ്ടത് ഒന്നാമത് വെയിൽ, ചൂട്. അപ്പോൾ അതിന് ദാഹജലം എന്നുള്ള രീതിയിൽ സംഭാരമോ നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും കൊടുക്കുക. അതിന് പുറമെ ശർക്കര, പണ്ട് തൊട്ടേ ഉള്ളതാണ് ശർക്കര അല്ലെങ്കിൽ വെല്ലം, അങ്ങനെ അതാണ് അവർക്ക് കൊടുക്കുന്നത്. അത് കൊടുത്താണ് അവരെ സ്വീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മളത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അവരിപ്പോൾ തന്നെ എത്തും. ദൂരെ നിന്ന് വരുന്ന ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്, ഒരു ആരവം. വളരെ ദൂരത്തു നിന്നാണ് അവർ നടന്നാണ് വരുന്നത്, കുറേ പേര്. അപ്പോൾ അവരുടെ ആ ബുദ്ധിമുട്ടും ഒക്കെ നമ്മളൊന്ന് ഓർത്ത് നോക്കണം. ഈ നല്ല വെയിലത്ത്, പണ്ടൊക്കെ എല്ലാവരുടെയും തണലുണ്ടാവുമായിരിക്കും, ഇപ്പോൾ വെയിലത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ വരും. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അങ്ങനെയാണ് കുമ്മാട്ടിയൊരു കാണേണ്ട കാഴ്ചയാണ്. ആ ദേവി എഴുന്നള്ളുന്നതാണ്. നമുക്ക് ഉത്സവമാണെന്ന് നമ്മുടെ നാട്ടിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അപ്പോൾ ഓരോ വീടുകളിലും കയറി അവർ അവരുടെ സന്തോഷം പ്രകടമാക്കും. നമ്മൾ പറഞ്ഞ വെല്ലം, ശർക്കരയൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഇങ്ങനെ കവറോടെ കൊടുക്കേണ്ടവർക്ക് ഓരോ കിലോയുടെ പാക്കറ്റാക്കി വെച്ചിട്ടുണ്ട്. അതല്ലാതെ കുറേ അകത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് കുടിക്കാനുള്ള വെള്ളവും കൂടി. അതിൻ്റെ കൂടെ ഇവിടങ്ങളിൽ ഇപ്പം നമുക്കിവിടെ എങ്ങനെയാണ് പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ എലന്തിപ്പഴം. ഈ എലന്തി മരം ഈ പുതുശ്ശേരി വെടി സമയത്താണ് ഫുള്ളായിട്ടും കായായിട്ട് വരിക. അതായത് ഈ റോഡിൻ്റെ ഫ്രണ്ടിൽ കൂടെയുള്ള റോഡിലാണ് അവരെപ്പോഴും നടന്നാണ് പണ്ട് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ പ്രകൃതിയും ഇതിനോടനുബന്ധിച്ച് പെട്ടെന്ന് പൂക്കുകയും തളിർക്കുകയും നല്ല പഴങ്ങൾ തരികയും ചെയ്യും. അതാണ്. അപ്പോൾ ഈ ഒരു റോഡിൽ കൂടിയാണ് അവർ ദൂരെന്നേ ഇങ്ങനെ, ഈ ഒരു റോഡിലാണ് അവർ ദൂരെന്നേ കുമ്മാട്ടിയായിട്ട് വരിക. അപ്പം നമ്മുടെ ഈ എലന്തി മരത്തില്ലേ, ഇതിൽ നിറച്ചും കായ് പഴുത്ത് കിടക്കും. അപ്പോൾ ഈ പഴുത്ത് തുടങ്ങിയാൽ കുമ്മാട്ടി വരവായി, അല്ലെങ്കിൽ നമ്മുടെ പുതുശ്ശേരി വെടി വരവായി എന്നർത്ഥം. ഇത് മൊത്തം പഴുത്ത കായ്കളാണ്. അപ്പോൾ നടന്നു പോകുന്ന എല്ലാവരും ഇതൊന്ന് ടേസ്റ്റ് നോക്കാതെ പോവില്ല. അത്രയും താഴെയും വീണ് കിടക്കും, മരത്തിലും കിടക്കും. നല്ല ടേസ്റ്റാണിത്. കണ്ടോ വീണ് കിടക്കുന്നത് എത്രയാണ്. പണ്ടൊന്നും വണ്ടി ഇല്ലാഞ്ഞുകൊണ്ട് എല്ലാം ഉപയോഗിക്കും. ഇപ്പോൾ വണ്ടി ഉള്ളത് കൊണ്ട് വണ്ടി കയറിപ്പോകും. ഞാൻ മരത്തിലൊന്ന് കാണിച്ചു തരാം. കണ്ടോ കിടക്കുന്നത്, വലയായിട്ട് കിടക്കുന്നത് കണ്ടോ, നല്ല രസമില്ലേ. അപ്പോൾ എലന്തി ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിതും ഈ കുമ്മാട്ടിയുടെയും ഒന്ന് കാണാം. ഈ മരം മുഴുവനും എലന്തി പഴുത്ത് കിടക്കുകയാണ്. അപ്പോൾ അതും പ്രകൃതിയോടനുബന്ധിച്ച്, അതായത് നമ്മുടെ ഉത്സവം വരുന്നു എന്നുള്ളതിനും ഇതിലൂടെ ആളുകൾ വരും. അപ്പോൾ അവർക്ക് ഭക്ഷിക്കാം. അപ്പോൾ അതൊക്കെ കൂടിയാണ് ഈ ഇത് കാണുന്നത്. അപ്പോൾ നമ്മുടെ കുമ്മാട്ടിയും കൂടെ വരുമ്പോൾ ഒന്ന് കാണിച്ചു തരാം. എലന്തിപ്പഴം ഇല്ലേ, അയ്യോ നിറയെ ആൾക്കാരുണ്ട്, പൊട്ടിക്കണം തോന്നി. നമ്മുടെ കുമ്മാട്ടിക്കാർ വന്നു. ഇത് എല്ലാവരും വേണ്ട, പൊട്ടിച്ചിട്ട് കൊടുക്കണം. നമ്മുടെ കുമ്മാട്ടിക്കാർ വരും. വെള്ളം വേണം കുടിച്ചോ. വെള്ളമുണ്ട്, വെള്ളം എടുത്തോ. ആ എലന്തിപ്പഴം ഉണ്ട്. ഇതാ വെള്ളം വേണ്ട, ഒരു വെള്ളം. അല്ല ഫിൽട്ടർ വാട്ടറാണ്. അതായത് ഇവിടെ ഉണ്ടാക്കിയതാണ്, വേറെ കലക്കിയതൊന്നുമല്ല. നന്നാറി ഇവിടെ ഉണ്ടാക്കിയതല്ല. കുറഞ്ഞു പോയാ ഇതും കൂടി അടിക്കും.
ഇത് കൂടി കൊണ്ടുപോയിക്കോളൂ.